ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഗ്നൻസിയിലുണ്ടാകുന്ന വോമിറ്റിങ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് കുറച്ചൊരു 3-4 ടിപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇപ്പോൾ വോമിറ്റിങ് മൂലം ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ 1-2 ബിസ്ക്കറ്റ്, അതായത് മെയിനായിട്ട് ക്രാക്ക് ജാക്ക് യൂസ് ചെയ്യാം, യാരോ റൂട്ട് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ഞാനതൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കണത്. ഇത് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുക. ഇതുകൂടാതെ നിങ്ങൾക്ക് ഡ്രൈ നട്ട്സ് എടുക്കാം. അതുപോലെ തന്നെ ഈ കുക്കീസ് ഇല്ലേ, ഈ ഓട്സിൻ്റെ കുക്കീസൊക്കെ കിട്ടും. അത് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വോമിറ്റിങ്ങിൻ്റെ സെൻസേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ വോമിറ്റിംഗ് വരാനുള്ള കാരണം മെയിനായിട്ട് നമുക്ക് അസിഡിറ്റിയാണ്, അതായത് ഗ്യാസ് ഫോമേഷനാണ് ഈ വോമിറ്റിങ്ങിന് കാരണമാണത്. അപ്പോൾ ഈ ഗ്യാസ് ഫോം ചെയ്യണ ഫുഡ്സ്, മെയിനായിട്ട് സ്പൈസി ഓയിലി ഫുഡ്സ്, ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് അത് മാറ്റി നിർത്തുക തന്നെ വേണം. തന്നെ ഈ പ്രഗ്നൻസിയിൽ ഒത്തിരി വെള്ളം കുടിക്കേണ്ട ആവശ്യം ഉണ്ട് കേട്ടോ. അത് ഈ വോമിറ്റിങ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ വോമിറ്റ് ചെയ്യുന്നത് ചിലവർക്ക് ഈ വോമിറ്റിംഗ് സെൻസേഷൻ ഉള്ള കാരണം വെള്ളം കുടിക്കാനും ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങൾ എടുക്കുക. അതായത് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് സിപ്പായിട്ട് നിങ്ങളത് കുടിക്കുക. പിന്നെ ഈ നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം, എന്നാലാണ് നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ക്ഷീണം മാറാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ചിലവർക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലം ഉണ്ടായിരിക്കും ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഉറക്കം നിങ്ങളത് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വോമിറ്റിങ് വരാനുള്ള കാരണം, ചിലവർക്ക് ചില ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ ചിലവർക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെ ചില സ്പ്രേസ്, പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഈ ഫിഷിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ചിലവർക്ക് വോമിറ്റിങ് വരും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഡയറ്റിൽ ജിഞ്ചർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഞാനെങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് ജിഞ്ചർ ടീ ആയിട്ട് എടുത്തായിരുന്നു. ടീ കുടിക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി അസിഡിറ്റി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കണത് ജിഞ്ചർ മിൽക്കാണ് യൂസ് ചെയ്തേക്കണത്. നമ്മൾ സാധാരണ മിൽക്ക് എടുത്തിട്ട് ആ മിൽക്ക് തിളപ്പിക്കുമ്പോൾ കുറച്ച് ഇഞ്ചി അതിനകത്ത് ചതച്ചിട്ടിട്ട് ആ മിൽക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസിഡിറ്റി ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒത്തിരി വോമിറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ പോയി കാണുക. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റിഎമെറ്റിക് ഡ്രഗ് തരും, അതായത് വോമിറ്റിങ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ തരും. അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ വോമിറ്റിങ് കൂടുതലായിട്ട് ഇപ്പം അത് റെഡിയാവും എന്ന് വെച്ച് ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ഒരു ദിവസം വോമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറിനെ പോയി കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ വോമിറ്റിങ് കൂടിയിട്ട് നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയും, സോഡിയം കുറയും, അങ്ങനെ ഒത്തിരി ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒത്തിരി പ്രാവശ്യം വോമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ പോയി കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതാണ്. പിന്നെ ഫൈനലി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിപ്പോൾ മോർണിംഗ് സിക്നസ് ഉള്ളവർക്ക് മാത്രമല്ല, നോർമലായിട്ട് ഈ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവത്തില്ലേ, അവർക്കും കൂടി യൂസ്ഫുള്ളാവണ ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം ഞാൻ പറയണത്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അക്യൂപഞ്ചർ ബാൻഡ്സ്, അല്ലെങ്കിൽ ഈ മോർണിംഗ് സിക്നസ് ബാൻഡ്സ്, അല്ലെങ്കിൽ അതിന് സി ബാൻഡ്സ് എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ബാൻഡുകൾ അവൈലബിൾ ആണ്. അതൊന്നുമല്ല, നമ്മുടെ കയ്യിലിടാൻ പറ്റുന്ന ചെറിയ ബാൻഡാണ്. അത് കയ്യിലിടുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഒരു പ്രഷർ അത് തരും. അതായത് ഈ ഭാഗമാണ് നമ്മുടെ ഒരു പ്രഷർ പോയിൻ്റാണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന
നോസിയെ കുറയ്ക്കാൻ പറ്റുന്നതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസ് പറയണത്. ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. ഞാനത് യൂസ് ചെയ്തിട്ട് ആമസോണിൽ നിന്ന് അത് ഞാൻ വാങ്ങിച്ച് അത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വോമിറ്റിങ്, എൻ്റെ ആ ടെൻഡൻസി വോമിറ്റിങ് ആ ഫ്രീക്വൻസി, അതായത് ഒരു ദിവസം ഇപ്പോൾ 3-4 പ്രാവശ്യം വോമിറ്റ് ചെയ്യണത് കുറയാനായിട്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ഐസിയുല ഡോക്ടറാണ് എനിക്കിതിനെപ്പറ്റി പറഞ്ഞു തന്നത്. ഞാൻ അപ്പം തന്നെ ഞാൻ ആമസോണിൽ നിന്ന് അത് ഓർഡർ ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഈ പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല കേട്ടോ. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഈ വോമിറ്റിങ് ഒത്തിരി സ്ത്രീകളിൽ ഒത്തിരി മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇത് ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഈ അമ്മമാരാവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കും പാരൻസിനും കപ്പിൾസിനും ഒക്കെ നിങ്ങളിത് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.